ഏപ്രിൽ 1 നോമ്പിൻ്റെ 4-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. യോഹന്നാൻ 5:1-16 വരെ വാക്യങ്ങൾ. 2008 ഒരു ഫ്രഞ്ച് കന്യാസ്ത്രീയായ സിസ്റ്റർ ബെർണഡറ്റ് മൊറിയാവ് ലൂർദിലെ തീർത്ഥാടന ദേവാലയത്തിലേക്ക് ഒരു യാത്ര പോയി. 1980 മുതൽ വീൽ ചെയറിൽ കഴിയുന്ന, പൂർണ്ണമായും വൈകല്യമുള്ള, നട്ടെല്ലിന് സങ്കീർണമായ പ്രശ്നങ്ങളുള്ള അവർക്ക് ഒത്തിരി വേദന സഹിക്കേണ്ടി വന്നിരുന്നു. വേദന നിയന്ത്രിക്കാൻ താൻ മോർഫിൻ കഴിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. എന്നാൽ ലൂർദിലെത്തിയപ്പോൾ രോഗികൾക്കായുള്ള ഒരു അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശേഷം എന്തോ വലിയ മാറ്റം അവരിൽ വന്നു. എൻ്റെ ശരീരത്തിലുടനീളം ഒരു സുഖം, ഊഷ്മളത എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ എൻ്റെ മുറിയിലേക്ക് മടങ്ങി. അവിടെ നിങ്ങളുടെ ബ്രേസുകൾ അഴിച്ചു മാറ്റാൻ ഒരു ശബ്ദം എന്നോട് പറഞ്ഞു. ആശ്ചര്യം, എനിക്ക് നടക്കാൻ കഴിയും, മൊറിയോ പറഞ്ഞു. തൻ്റെ വീൽ ചെയറിൽ നിന്നും, ബ്രേസുകളിൽ നിന്നും, വേദന സംഹാരികളിൽ നിന്നും 79 വയസ്സുള്ള ആ കന്യാസ്ത്രീ നടന്നു നീങ്ങി. ഇന്നത്തെ സുവിശേഷത്തിലെ ജെറുസലേമിലെ ബെത്സായിദയിലെ കുളത്തിനരികിൽ നടന്ന അത്ഭുത രോഗശാന്തിയെക്കുറിച്ചുള്ള വിവരണമാണുള്ളത്. 38 വർഷമായി അവിടെ കിടന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശു ജെറുസലേമിലെത്തിയപ്പോൾ ആ വ്യക്തി അവിടെ കിടക്കുന്നത് കണ്ടു. യേശു നിശബ്ദമായി ആ മനുഷ്യൻ്റെ അടുത്തേക്ക് നടന്ന് അവനോട് ലളിതവും എന്നാൽ വളരെ ശക്തവുമായൊരു ചോദ്യം ചോദിച്ചു. നിനക്ക് സുഖം പ്രാപിക്കണോ? യേശു ഉന്നയിച്ച ചോദ്യത്തിന് ആ മനുഷ്യന് ഉത്തരം നൽകിയില്ല. പകരം അവൻ യേശുവിനോട് പറഞ്ഞു, വെള്ളം ഇളകുമ്പോൾ എന്നെ അതിൽ ഇറക്കാൻ ആരുമില്ല. യേശു ആ മനുഷ്യനെ ശ്രദ്ധയോടെ കേട്ട് തുടർന്ന് നിശബ്ദമായി എന്നാൽ ശക്തമായി ആ മനുഷ്യനോട് എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ ഉടനെ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നു. ആ മനുഷ്യൻ്റെ ജീവിതം മാറ്റിമറിച്ച നിമിഷമായിരുന്നു അത്. എഴുന്നേറ്റ് നിൻ്റെ കിടക്കെടുത്ത് നടക്കൂ എന്ന് യേശു പറഞ്ഞപ്പോൾ ഒരു പുതിയ ലോകം ആ മനുഷ്യന് വേണ്ടി തുറന്നു. ലളിതവും എന്നാൽ രോഗശാന്തി നൽകുന്നതുമായ ആ വാക്കുകൾ ആ മനുഷ്യനെയും അവൻ്റെ ജീവിതത്തെയും എന്നേക്കുമായി മാറ്റിമറിച്ചു. എത്ര വലിയ സമ്മാനമാണ് അയാൾക്ക് ലഭിച്ചത്. ഇന്ന് യേശുവിൻ്റെ രോഗശാന്തി ലഭിക്കുന്ന വാക്കുകൾ നമുക്കും കേൾക്കാൻ കഴിയും. നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ കാതുകൾ കൊണ്ട് ശ്രവിക്കണം. മേലിൽ പാപം ചെയ്യരുത് എന്ന് യേശു താൻ സുഖപ്പെടുത്തിയ മനുഷ്യനോട് പറയുന്നു. മിക്കവാറും ആ മനുഷ്യന് ആളുകളെ അകറ്റുന്ന ചില മനോഭാവ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. വർഷങ്ങളായി രോഗിയായി കിടക്കുന്ന അയാളെ സഹായിക്കാൻ ഒരു സുഹൃത്തോ ബന്ധുവോ ഉണ്ടായിരുന്നില്ല എന്നത് ആശ്ചര്യകാര്യമല്ലേ? മാത്രമല്ല, അവൻ യേശുവിനോട് നന്ദിയില്ലാത്തവനുമായിരുന്നു. തൻ്റെ രോഗം സുഖപ്പെടുത്തിയ ആരാണെന്ന് യേശുവിൻ്റെ വ്യക്തിത്വം
അവൻ യഹൂദന്മാരെ അറിയിച്ചു. അവൻ പശ്ചാത്തപിക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് യേശു അവനെ സുഖപ്പെടുത്തിയത്? ഇതിനെയാണ് അനർഹമായ കൃപ എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും പാപികളാണ്. ദൈവ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ നാം അർഹരല്ല. എന്നിട്ടും ദൈവം നമ്മോട് കൃപയുള്ളവനും കോപത്തിന് സാവധാനമുള്ളവനും ദയയാൽ സമ്പന്നനുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.